ഞാൻ ഇമോൽ ഭദ്രാനന്ദനോട് ചോദിക്കാം. ഹായ്, എന്തോ ആലോചിച്ചിരിക്കുക, എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം തട്ടിപ്പാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പം താങ്കൾ എനിക്കൊന്ന് ഈ അടുത്തിടയ്ക്ക് ഒരു പൂജയൊക്കെ നടത്തിയിട്ട് വന്നാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പൂജ എന്നാ കഴിഞ്ഞ് 18-ാം തീയതി. ഓക്കെ. അപ്പോൾ ആ പൂജയിലേക്ക് നമ്മൾ വരുന്നില്ല, അത് അങ്ങയുടെ സ്വകാര്യം. അപ്പോൾ ഇതിൽ പൊതുവേ നമ്മുടെ നാട്ടിൽ ഈ ഒരു പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊക്കെ കിട്ടിയ ആൾക്കാർ തന്നെയാണ് കൂടുതൽ വിശ്വാസികളായിട്ട് മാറുന്നത്. ആരുടെയും വിശ്വാസത്തെ വിമർശിക്കാനോ അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും ഞാൻ ആളല്ല. ഓരോരുത്തരും അവരുടേതായ ഇതിൽ പോകാനുള്ള സ്വാതന്ത്ര്യം. സനാതനധർമ്മം പറയുന്നത് എന്താണ്? നിനക്ക് ഏകദൈവത്തിലോ ബഹുദൈവത്തിലോ വിശ്വസിക്കാം, നിനക്ക് ദൈവത്തിനെ വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം, ആരാധിക്കാമെങ്കിൽ ആരാധിക്കാം, അങ്ങനെ പോട്ടെ. പക്ഷെ എല്ലാത്തിനും അകത്ത് ഇവർ രണ്ടുപേരിലും പറഞ്ഞതിൽ വളരെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഒരു വിഭാഗം യുക്തിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് വാദിക്കുന്നു, ഒരു വിഭാഗം ഈ അന്ധവിശ്വാസമാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഇതിൻ്റെ പേരിൽ നിന്ന് വാദിക്കുന്നു. പക്ഷെ രണ്ടുപേരും വിശ്വാസികളാണ്. ഒരാൾ ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, ഒരാൾ ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. രണ്ടുപേരും വിശ്വാസികളാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ സമ്രാജ്ജി പറഞ്ഞ പോലെ പ്രവചിച്ചിട്ടുണ്ടോ, പ്രവചന ശേഷിയുണ്ടോ? പ്രവചിക്കുന്ന ഇത് വരുന്നതെന്ന് പറയുന്നത് 5 ഇന്ദ്രിയങ്ങൾ അടങ്ങുമ്പോഴാണ് 6ാം ഇന്ദ്രിയം തുറക്കുന്നത്. അപ്പോഴാണ് നമുക്ക് 6th സെൻസ് ഓപ്പൺ ആവുന്നത്. അങ്ങയുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനും എൻ്റെയും പ്രിയപ്പെട്ട ജ്യേഷ്ഠനായ ഗോപാലേട്ടനും ഒക്കെ കൂടെ യുണീക്ക് ടൈംസിൻ്റെ ഒരു അവാർഡ്, കോവിഡ്, അതായത് അന്തരീക്ഷത്തിൽ രോഗാണുക്കൾ അമിതമായി വ്യാപിച്ച് മാനവരാശിക്ക് വൻ നാശമുണ്ടാവുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, ആ ഒരു പ്രഡിക്ഷൻ്റെ പേരിലാണ് എനിക്ക് പ്രോഗ്നോസ്റ്റിക്കേറ്റർ അവാർഡ് തരുന്നത് കൊച്ചിയിൽ വെച്ചിട്ട്, അജിത് രവിയുടേത്. അപ്പോൾ അത് വേറൊരു ഇതാണ്, അത് നമുക്ക് കിട്ടുന്ന ഓരോ സിദ്ധികളാണ്. അതുപോലെ നമ്മുടെ യുക്തിവാദി സംഘടനയുടെ അദ്ദേഹം അവർ ചലഞ്ച് ചെയ്യുന്ന ഒരു ഇത് കണ്ടായിരുന്നു. ഇതൊക്കെ ഒരാളെ ഇല്ലാണ്ടാക്കി തരാൻ പറ്റുമോ, എന്തെങ്കിലും രീതിയിൽ ഒരു ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ചലഞ്ച് ചെയ്തു. മെയ് 17 2008 ഇടതുപക്ഷ സർക്കാർ CIനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മേനെ എൻ്റെ വെപ്പാട്ടി എന്ന് പറഞ്ഞ് ചിത്രീകരിച്ച് എൻ്റെ വീട്ടിൽ ആക്രമിക്കാൻ വന്നവരെ അതേ മെയ് 17 തിരിച്ചടിച്ചത് അതേ ദിവസം ഏപ്രിലും അല്ല ജൂണിലും അല്ല, മെയ്യിൽ തോക്ക് വെച്ച് തന്നെ പോലീസ് അതിന് തിരിച്ചടി ഉണ്ടായതിൻ്റെ ചരിത്രമൊന്ന് അവർ പഠിക്കുമ്പോൾ അവർക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു മിസ്റ്റിക് സൈഡ് മനസ്സിലാവും. അതുപോലെ ജഗദീഷ് ശ്രീകുമാരൻ അതേ NH-17 തന്നെ മകൻ്റെ അച്ഛനുമായി ബന്ധപ്പെട്ട സിനിമയിൽ ചെയ്തതിന് ജഗതിയോട് പറഞ്ഞു, ജഗതി ഇന്നും ജീവനോടിരിപ്പുണ്ട്. ബാക്കിയുള്ളവർ കോടിയേരി ജീവനോടില്ല, അച്യുതാനന്ദൻ ജീവനോടില്ല, ഉമ്മൻചാണ്ടി ജീവനോടില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പം പണ്ട് നമ്മൾ തമ്മിൽ പങ്കെടുക്കുമ്പം അങ്ങ് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മാധ്യമക്കാരിലൂടെ തോക്കുണ്ടോ എന്ന് ചോദിച്ചു, നമ്മൾ തോക്കെടുത്ത് കാണിച്ചു. അപ്പോൾ പിന്നീട് ഒരു തമ്മിൽ കാണുന്നത് താങ്കളെ ഇന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു കാലം ആലോചിക്കുമ്പോൾ താങ്കൾ ഒരുപാട് മാറിയോ? ശ്രീകണ്ഠൻജി, നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ ശരിയുണ്ട്. ഇവര് വിശ്വാസം അങ്ങ് രണ്ട് വള്ളത്തിൽ കാലം ഒരു നിലപാടെടുക്കും, ഒന്നുകിൽ ഇത് തട്ടിപ്പ് അല്ലെങ്കിൽ അത് തട്ടിപ്പ്. അല്ല, രണ്ട് തട്ടിപ്പാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം രണ്ടുപേരും 2 തരത്തിലുള്ള അന്വേഷണത്തിലാണ്, 2 തരത്തിലുള്ള വിഭ്രാന്തികളിലൂടെ കടന്നു പോവുകയാണ്. ഇത് വിഭ്രാന്തിയാണോ? ഇത് വിറ്റ്നസ് ചെയ്യുക നമ്മൾ. അല്ല, ഇത് വിഭ്രാന്തിയാണോ? ഒരു തരത്തിലുള്ള ഈ ആത്മീയതയെ പറ്റി ഇവരെല്ലാവരും സംസാരിച്ചു. എന്താണ് ആത്മീയത എന്ന് ഒരൊറ്റ വാക്കിൽ ഇവരാരെങ്കിലും ഒരു ആൻസർ തരട്ടെ.